ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ മഹാരഥന്മാരിൽ ഒരാളായ സൈഗളിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനത്ത് 1904 ജനിച്ച കുന്ദൻലാൽ നാടോടി ഗാനങ്ങൾ കേട്ടാണ് വളർന്നത്. താൻ കേട്ട ഗാനങ്ങൾ എങ്ങനെ മനസ്സിൽ തട്ടും വിധം പാടാമെന്ന് 4 വയസ്സുള്ളപ്പോൾ തന്നെ ആ കുട്ടി മനസ്സിലാക്കി. അമ്മ പാടിയിരുന്ന ഭജന ഗാനങ്ങളും നാട്ടിലെ സംഗീതമേളകളും അവനെ സംഗീതത്തോട് കൂടുതൽ അടുപ്പിച്ചു. ഗാനങ്ങൾ ശ്രുതി മധുരമായി ആലപിക്കാനുള്ള കഴിവ് അവന് ജന്മസിദ്ധമായിരുന്നു. രോഗിയായി കിടപ്പിലായ സഹോദരൻ്റെ ആശ്വാസത്തിനായി ഒരു ഗുരുവിനെ വരുത്തി സംഗീതം പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ആ മുറിക്ക് പുറത്തിരുന്ന് ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പാട്ട് പഠിച്ചത് സൈഗളായിരുന്നു. പാട്ടിൽ മാത്രമല്ല, അഭിനയത്തിലും അവന് താല്പര്യമുണ്ടായിരുന്നു. ജമ്മുവിലെ രാംലീല ആഘോഷങ്ങൾ നടത്തിയിരുന്ന നാടകങ്ങളിൽ സീതയുടെ വേഷം കെട്ടി അവൻ ഒന്നാന്തരമായി അഭിനയിച്ചു. കലകളിൽ വലിയ താല്പര്യമുണ്ടായിരുന്നെങ്കിലും പഠനത്തിൽ അവൻ വളരെ പിന്നിലായിരുന്നു. പരീക്ഷയിൽ തുടരെ അവൻ തോറ്റു. അതിൽ വല്ലാതെ വിഷമിച്ച സൈഗളിൻ്റെ അമ്മ ഒരിക്കൽ അവനെയും കൂട്ടി ഒരു സൂഫി സിദ്ധൻ്റെ അടുത്തെത്തി. ഇതൊന്നും സാരമാക്കേണ്ട, ഭാവിയിൽ ഇവൻ കീർത്തിമാനാകും. സിദ്ധൻ അമ്മയെ അറിയിച്ചു. അവന് പാടി പഠിക്കാൻ ഒരു സ്തോത്രവും അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. എന്തെങ്കിലും ആവശ്യം വന്നാൽ തന്നെ വന്ന് കാണാനും നിർദ്ദേശിച്ചു. അച്ഛൻ എതിർത്തിട്ടും സൈഗൾ സംഗീതാഭ്യാസം തുടർന്നു. അക്കാലത്തെ പ്രശസ്തരായവരുടെ മുഴുവൻ ശൈലിയിൽ അവൻ ഗാനങ്ങൾ ആലപിച്ചു. എന്നാൽ 10ാം വയസ്സിൽ ഒരു ദിവസം പെട്ടെന്ന് അവന് ശബ്ദം വരാതെയായി. എന്തൊക്കെ ചികിത്സ ചെയ്തിട്ടും ശബ്ദം തിരിച്ചു കിട്ടിയില്ല. അപ്പോഴാണ് അവൻ സിദ്ധനെക്കുറിച്ച് ഓർത്തത്. ഉടൻ തന്നെ അമ്മയെയും കൂട്ടി അവൻ സിദ്ധൻ്റെ അടുത്തെത്തി. നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്നാണ് സിദ്ധൻ ആദ്യം പറഞ്ഞത്. 2 വർഷക്കാലം ഇനി പാടണ്ട. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞു തന്ന സ്തോത്രം സാധകം ചെയ്ത് പരിശീലിക്കുക, സിദ്ധൻ അറിയിച്ചു. സിദ്ധൻ പറഞ്ഞത് സൈഗൾ അക്ഷരം പ്രതി അനുസരിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ ആ അത്ഭുതം സംഭവിച്ചു. സൈഗളിന് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടി, അതും കൂടുതൽ സുന്ദരമായ ശബ്ദം. 12ാം വയസ്സിലായിരുന്നു ഈ സംഭവം. സൈഗൾ എന്ന സംഗീതജ്ഞൻ്റെ പുതിയ ജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു. ജമ്മു മഹാരാജാവായിരുന്ന പ്രതാപ് സിംഗിൻ്റെ കൊട്ടാരത്തിൽ 12ാം വയസ്സിൽ അവൻ അരങ്ങേറ്റം നടത്തി. അവിടെയുണ്ടായിരുന്ന സംഗീത വിദ്വാൻമാരെയെല്ലാം സൈഗളിനെ അഭിനന്ദിച്ചു. മഹാരാജാവ് സമ്മാനങ്ങളും നൽകി. 3 വർഷം അങ്ങനെ കഴിഞ്ഞു. അച്ഛൻ ജോലിയിൽ നിന്ന് പിരിഞ്ഞതോടെ 3 വർഷം ബുദ്ധിമുട്ടുകളുണ്ടായി. ഈ സാഹചര്യത്തിൽ തനിക്ക് വളരാനാകില്ല എന്ന് ബോധ്യപ്പെട്ട സൈഗൾ ആരോടും പറയാതെ ഒരു ദിവസം വീട് വിട്ട് ഇറങ്ങി. കഷ്ടപ്പാടിൻ്റെ കാലമായിരുന്നു പിന്നീട്. മൊറാദാബാദിൽ സാരി വിൽക്കുന്ന ജോലിയാണ് ആദ്യം ലഭിച്ചത്. പിന്നീട് റെയിൽവേയിൽ ടൈം കീപ്പറുടെ ജോലി കിട്ടി. ഈ സമയത്ത് ഇദിയാംസ് അഹമ്മദ് എന്ന സംഗീത വിദ്വാൻ സൈഗളിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞു. പിന്നീട് സിനിമയ്ക്ക് പാടാനും പാടി അഭിനയിക്കാനും അവസരങ്ങൾ ലഭിച്ചു. അദ്ദേഹം നായകനായി പാടി അഭിനയിച്ച ദേവദാസ് വൻ വിജയം നേടി. സൈഗളിൻ്റെ പാട്ടുകളായിരുന്നു ചിത്രത്തിൻ്റെ വിജയത്തിനാധാരം. ഭാരതീയ സംഗീത സമ്രാട്ടുകളായ താൻസൻ്റെയും സൂർദാസിൻ്റെയും ജീവിതകഥയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ചലച്ചിത്രങ്ങളും സൈഗൾ പാടി അഭിനയിച്ചു. അവൻ വൻ വിജയങ്ങളായിരുന്നു. സൈഗളിന് കണ്ഠനാളത്തിന് അസുഖം ബാധിച്ചപ്പോൾ ഡോക്ടർമാരുടെ വിലക്ക് വകവയ്ക്കാതെ സംഗീത സംവിധായകൻ RK ബോറലിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹം പ്രത്യേക ശബ്ദത്തിൽ ഒരു ഗാനം ആലപിച്ചു. ക്രൂണിംഗ് എന്ന സംഗീത സമ്പ്രദായത്തിന് അങ്ങനെ തുടക്കം കുറിച്ചു. സൈഗളിന് ആയുസ് കുറവാണെന്ന് കുട്ടിക്കാലത്ത് തന്നെ ജ്യോത്സ്യന്മാർ പ്രവചിച്ചിരുന്നു. അതിനാൽ പ്രശസ്തിയിലേക്ക് കുതിക്കുമ്പോഴും മരണഭയം അദ്ദേഹത്തെ വേട്ടയാടി. ഇടക്കാലത്ത് അദ്ദേഹം മദ്യപാനത്തിലേക്ക് തിരിയുകയും ചെയ്തു. എന്നിട്ടും 36 ചിത്രങ്ങളിൽ അദ്ദേഹം പാടി അഭിനയിച്ചു. മരിക്കുന്നതിന് 1 വർഷം മുൻപ് വരെ സംഗീത ലോകത്ത് സജീവമായിരുന്നു. 1947
43-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു.